നമസ്കാരം, മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് അനന്തൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനെ പറ്റിയാണ്. നമ്മൾ പ്രവാസികൾ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതും ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഈ ഒരു ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് ക്യാത്ത് ലാബുകളിൽ ഒരു 35-45 വയസ്സിനിടയിലുള്ള എക്സ്പാറ്റ്സിൻ്റെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുകയാണ്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാർഡിയോ വാസ്കുലാർ പ്രോബ്ലംസ് വെച്ചിട്ട് കുറേ പേഷ്യൻസ് ഇപ്പം അഡ്മിറ്റ് ആവാറുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്? അപ്പോൾ അതിനു മുന്നേ എന്താണ് ഈ കൊളസ്ട്രോൾ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അപകടകാരിയായിട്ടുള്ളൊരു വസ്തുവേ അല്ല. അത് ശരീരത്തിന് ശരിക്കും വേണ്ടതായിട്ടുള്ളൊരു വസ്തുവാണ്. അത് നമ്മുടെ ശരീരത്തിലെ ലിവർ ഒരു 75-80% ഫാറ്റിൽ നിന്നും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ ലിവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്കി ഒരു 25% നമ്മൾ വെളിയിൽ നിന്ന് കിട്ടുന്ന ആനിമൽ ഫാറ്റ് പ്രൊഡക്ട്സ്, അതായത് ഗീ, ചീസ്, റെഡ് മീറ്റ് തുടങ്ങിയ വസ്തുക്കളിൽ നിന്നും നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു. അപ്പോൾ അമിതമായിട്ടുള്ള ഈ ആഹാര വസ്തുക്കൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ആവുകയും പലതരത്തിലുള്ള കാർഡിയോ വാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, അതെറോസ്ക്ലെറോസിസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും ഈ ഒരു ടെസ്റ്റ് നിർബന്ധമായും എവരി 3 months അല്ലെങ്കിൽ എവരി 6 months ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 9 തൊട്ട് 12 മണിക്കൂർ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ഉണ്ടാവണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെള്ളം കുടിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ചില മെഡിസിൻസ് കഴിക്കണം, അതായത് ഷുഗർ, പ്രഷർ മെഡിസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. നിർബന്ധമായും ഈ ഒരു ഫാസ്റ്റിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ടെസ്റ്റിന് മുന്നേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ, ഒരാഴ്ചയായിട്ട് പനി, ചെസ്റ്റ് ഇൻഫെക്ഷൻ, അങ്ങനത്തെ വേറെ ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഒരു ടെസ്റ്റ് ചെയ്യണമെന്നില്ല. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ റിപ്പോർട്ടിനകത്ത് കുറച്ച് വാല്യൂസ് കാണിക്കും. എന്തൊക്കെയാണ് ആ വാല്യൂസ്? മെയിനായിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ കാണിക്കാറുണ്ട്, LDL കാണിക്കാറുണ്ട്, HDL, ട്രൈഗ്ലിസറൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം, എൻ്റെ റിപ്പോർട്ട് കൂടുതലാണോ കുറവാണോ, ഞാൻ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, ഇത് എത്രമാത്രം അപകടകാരിയാണ് എൻ്റെ റിപ്പോർട്ടിനകത്തുള്ള ഈ ഫാറ്റ്. ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതെങ്ങനെ മനസ്സിലാക്കും? അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതിനോട്ട്, ലിവറാണ് ഈ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഈ കൊളസ്ട്രോൾ കൊണ്ട് ശരീരത്തിന് കുറേ ഉപകാരങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നോർമലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ, അതായത് വൈറ്റമിൻ ഡി ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ കൊളസ്ട്രോൾ സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ബൈലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഈ കൊളസ്ട്രോൾ സഹായിക്കും. ബൈലാണ് നമുക്ക് ഡൈജഷന് വേണ്ടിയുള്ള ഒരു വസ്തു, ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ബൈൽ. അത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂട്ടാനായിട്ട് സഹായിക്കും. ചില ഹോർമോൺസ്, ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ, ഇങ്ങനത്തെ കുറേ ഹോർമോൺസ് കൂട്ടാനായിട്ട് ഈ കൊളസ്ട്രോളിനെ കൊണ്ട് സഹായിക്കും. സെൽ മെമ്പറൈൻ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കൊളസ്ട്രോൾ ശരിക്കും നല്ലൊരു കാര്യമാണ്. അമിതമായിട്ട് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ, റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുകയാണ്, അതിനകത്തിൽ LDL മീൻസ് ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, LDL കൂടുകയാണ്. LDL കൂടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിനോട്ട് ലിവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിവറിൽ നിന്നും കൊളസ്ട്രോൾ എടുത്തുകൊണ്ട്, അതായത് നമ്മുടെ രക്തധമനിയിലോട്ട് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ LDL എന്നുള്ളത്. അപ്പം
ഈ LDL കൂടുന്നതനുസരിച്ച് കൂടുതൽ കൊഴുപ്പിനെ എടുത്ത് നമ്മുടെ രക്തധമനിയിലോട്ട് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ രക്തധമനികൾ ചുരുങ്ങുക, അതായത് ബ്ലോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. HDL, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അത് നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. അത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫാറ്റുകളെ തിരിച്ച് എടുത്തുകൊണ്ട് ലിവറിൽ കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷനാണ് HDL. അപ്പം HDL കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ രക്തധമനികളിലുള്ള ബ്ലോക്ക് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ LDL കുറച്ചുകൊണ്ടും HDL കൂട്ടാനായിട്ടും ശ്രമിക്കുക. അത് കൂട്ടാൻ വേണ്ടിയുള്ള പല വഴികളുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു 25% നമ്മൾ വെളിയിൽ നിന്നുള്ള, അതായത് ആനിമൽ ഫാറ്റ്സ്, ആനിമൽ സബ്സ്റ്റൻസ്, ആ ഒരു ഫാറ്റിൽ നിന്നാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൂടാനായിട്ടുള്ള ഏറ്റവും ചാൻസസ് കൂടുതൽ. പിന്നെ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സം, അതായത് HDL, LDL, 20% ഓഫ് ട്രൈഗ്ലിസറൈഡ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സം വാല്യൂ ആണ് ടോട്ടൽ കൊളസ്ട്രോൾ. അപ്പോൾ ഈ വാല്യൂസിൽ കുറച്ച് നോർമൽ വാല്യൂസ് ഉണ്ട്, ബോർഡർ ലൈൻ ഉണ്ട്, പിന്നെ അബ്നോർമൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ ഡോക്ടറെ കാണേണ്ടത്? ഒരു മോഡറേറ്റ് വാല്യൂ, അതായത് അത് ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുകയാണ്, അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, പക്ഷേ അത് കൂടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസൊക്കെ നമ്മൾ ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. പക്ഷേ നമ്മുടെ അതെല്ലാം ഒരു മോഡറേറ്റ് ലെവലിലാണ്, അത് കൂടുന്നില്ല, പക്ഷേ അത് കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാവുന്നതാണ്. എന്തൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഒന്നാമത്തെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക. ആ ഫുഡ് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്? അതായത് സാധാരണ പോലെ പച്ചക്കറികൾ, പഴങ്ങൾ കഴിക്കാം. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ ബ്രെഡ്, പിന്നെ ബ്രൗൺ റൈസ്, ഓട്സ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ കഴിക്കേണ്ടാത്തതായിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്. അതായത് വറുത്തത്, പൊരിച്ചത്, പാക്കറ്റ് ഐറ്റംസ്, പ്രത്യേകിച്ച് മൈദ അടങ്ങിയ ഫുഡ് ഐറ്റംസ്, ഈ കോൾഡ് ഡ്രിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഒരു വെയിറ്റ് ഒരു 5 കിലോ കുറയുന്നതാണ്. ആ കുറയുന്നതനുസരിച്ച് നമുക്ക് ഈ ബ്ലഡ് വാല്യൂസ്, അതായത് HDL, LDL, ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂസൊക്കെ റെഗുലേറ്റ്, അത് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നെക്സ്റ്റ് ചെക്കിങ്ങിൽ. ഇതുപോലെ തന്നെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് കംപ്ലീറ്റ്ലി നിർത്തേണ്ടതാണ്. ഇതിന് പുറമെ സ്ട്രെസ് ലെവൽ, നമ്മൾ എക്സ്പാറ്റ്സ്, നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് സ്ട്രെസ് ലെവൽ കൂടുതലാണ്. ആ സ്ട്രെസ് ലെവൽ ഈ കൊളസ്ട്രോൾ കൂട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം സ്ട്രെസ് ലെവൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഏറ്റവും ലാസ്റ്റ്, പീരിയോഡിക്കലി നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്കിനി നെക്സ്റ്റ് ഇയർ ചെയ്യാം. നോ, അറ്റ്ലീസ്റ്റ് എവറി 3 to 6 months നിങ്ങൾ ഈ ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഒരു 35 തൊട്ട് 45 വയസ്സ് വരെയുള്ള ആളുകളിലാണ് പൊതുവെ ഈ കൊറോണറി ആർട്ടറി ഡിസീസ്, CAD കാണുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക, ചെക്ക് ചെയ്യുക. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.